ഓപ്ഷൻ ബൈയിങ് ചെയ്യാനുള്ള സ്ട്രൈക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്ന് അറിയണം. ഞാൻ ഓൾറെഡി എന്റെ പഴയ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, എന്താണ് സ്ട്രൈക്ക് പ്രൈസ്. ലൈക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നിഫ്റ്റി 50യുടെ വാല്യൂസിൽ 50 ഇടവിട്ട് വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസുകൾ എന്ന് പറയുന്നത്. നമ്മളൊരു ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഇതിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ എല്ലാ സ്ട്രൈക്ക് പ്രൈസിന്റെയും വാല്യൂസ് സെയിം അല്ല. ഈ വാല്യൂസിന് വ്യത്യാസമുണ്ട്. ബട്ട് വ്യത്യാസം അനുസരിച്ച് നമ്മൾ ഏറ്റവും ചെറിയ പ്രീമിയം ഉള്ള സ്ട്രൈക്ക് പ്രൈസ് നോക്കി ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന നോക്കിക്കേ, 22,000, 22,050, 22,100, 150, 200, 250, 300. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഡിഫറൻസുകൾ വരുന്നത് 50 ആണ്. അതായത് 50 ഇടവിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസുകളാണ് നിഫ്റ്റിയിൽ നമ്മൾ സ്ട്രൈക്ക് പ്രൈസുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ സ്ട്രൈക്ക് പ്രൈസുകളാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഓപ്ഷൻസിൽ സ്ട്രൈക്ക് പ്രൈസുകളാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ താഴേക്ക് സ്ട്രൈക്ക് പ്രൈസുകളുണ്ട്, മുകളിലേക്ക് സ്ട്രൈക്ക് പ്രൈസുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഏരിയ മാത്രം എഴുതിയിരിക്കുന്നത്? കാരണം ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലായതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം സ്പെസിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ബൈ ചെയ്യും? അതായത് ഈ എല്ലാ സ്ട്രൈക്ക് പ്രൈസും സെയിം അല്ല, അതായത് ഇതിന്റെ എഫക്റ്റും സെയിം അല്ല എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് മണീനസ് ഇൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങൾ വിചാരിക്കും ഇത് നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്, പക്ഷെ അങ്ങനെയല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിയാതെ നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഇത് അറിഞ്ഞു വെച്ചിരിക്കണം. അറിഞ്ഞാൽ മതി, കാണാതെ ഒന്നും പഠിക്കേണ്ട, അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. എന്താണ് മണീനസ് ഇൻ ഓപ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് തരുന്ന ഓപ്ഷൻ ഏതാണ്? കോൾ ഓപ്ഷൻ ആണ്. ഓക്കെ, ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് പ്രൈസ് കാണുന്ന ആക്സിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ എഴുതിയിരിക്കുന്നത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. ഇതിൽ 22,000, 22,050, 22,100, 150, 200, 250, 300. എന്താണ് ഈ വാല്യൂസിന്റെ പ്രത്യേകത? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 50 ആണ്. അപ്പൊ നിഫ്റ്റി 50യിൽ സ്ട്രൈക്ക് പ്രൈസുകൾ എന്ന് പറഞ്ഞാൽ 50 ഇടവിട്ടുള്ള പ്രൈസുകളെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രൈക്ക് പ്രൈസുകൾ എന്ന് പറയുന്നത്. ഈ സ്ട്രൈക്ക് പ്രൈസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ സ്ട്രൈക്ക് പ്രൈസിനും സെയിം എഫക്റ്റ് അല്ല. ഈ ഓരോ സ്ട്രൈക്ക് പ്രൈസിനും ഓരോ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂ ആണ് നമ്മൾ ബൈ ചെയ്യാൻ കൊടുക്കേണ്ട ക്യാപിറ്റൽ, പൈസ എന്ന് പറയുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ എത്ര രൂപ വേണം എന്നുള്ളത്. ഓപ്ഷൻ ബൈ ചെയ്യുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസിനനുസരിച്ചാണ് നമ്മൾ ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ വിൻ ചെയ്യണമെങ്കിൽ ആ സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്നും എങ്ങനെ നല്ല സ്ട്രൈക്ക് പ്രൈസുകൾ ചൂസ് ചെയ്യാമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഏറ്റവും വില കുറഞ്ഞപ്പോ ഇവിടെ നോക്കിക്കേ, 22,000 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിന്റെ വില 204 രൂപയാണ്. 22,050ന്റെ വില 162 രൂപയാണ്. 22,100ന്റെ വില 126, 5, 150, 91, 60, 41, 27. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ബട്ട് ഇവിടേക്ക് പോയപ്പോ 22,300 വെറും 27 രൂപയുള്ളൂ. അപ്പൊ 27 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരൊറ്റ കെട്ടായിട്ടേ കിട്ടത്തുള്ളൂ, ഒരു ലോട്ടായിട്ട് കിട്ടത്തുള്ളൂ. ഒരെണ്ണായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. 27 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റത്തില്ല. 27 × 50. അപ്പൊ ആസ് കമ്പയർ ടു ഈ എല്ലാ പ്രീമിയത്തേക്കാൾ ഏറ്റവും കുറവ് പ്രീമിയം ഇതിനാണ്. എന്നാൽ അത് കുറച്ച് ബൈ ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടില്ല. അത് ഒരു ലോട്ടറി എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ്. പക്ഷെ നിങ്ങൾക്ക് നല്ല വ്യൂ ഉണ്ട്, മാർക്കറ്റ് അത്യാവശ്യം നല്ല പോയിന്റ് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രീമിയത്തിനും ഈ സ്ട്രൈക്ക് പ്രൈസിനും പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ട്രൈക്ക് പ്രൈസിന് വേറെ വേറെ പ്രീമിയംസ് വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതിനു മുമ്പ് ഈ സ്ട്രൈക്ക് പ്രൈസുകൾ എന്താണെന്നും മണീനസ് ഇൻ ഓപ്ഷൻസ് എന്താണെന്നും ആദ്യം പറയണം. അപ്പൊ നമുക്ക് മണീനസ് ഇൻ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ലൈക്ക് ഈ സ്ട്രൈക്ക് പ്രൈസുകളിലേക്ക് നിങ്ങളുടെ കണ്ണു പോവാം. അതായത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കോൾ ഓപ്ഷന്റെ മണീനസ് ആണ്. ഓക്കെ, ഈ പേര് കേട്ട് നിങ്ങൾ പേടിക്കുന്ന വേണ്ടി വെരി സിമ്പിൾ. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണല്ലോ നമുക്ക് കോൾ ഓപ്ഷൻ പ്രോഫിറ്റ് തരുന്നത്. ഓക്കെ, അപ്പൊ കോൾ ഓപ്ഷൻ ഒരു സ്റ്റെപ്പ് കയറുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ സ്റ്റെപ്പ് എങ്ങനെയാണ്? ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോവാണ്. അതായത് കോൾ ഓപ്ഷൻ സ്റ്റെപ്പ് കയറുന്നു, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓരോ സ്റ്റെപ്പുകളും
ഓരോ സ്ട്രൈക്ക് പ്രൈസുകളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓരോ സ്റ്റെപ്പുകളും 22,000. ലൈക്ക് ഞാനിവിടെ സ്റ്റെപ്പ് കയറാണ്, 22,000 കയറി, അതിന്റെ മുകളിലേക്ക് 22,050 കയറി, 22,100, 150, അങ്ങനെ ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറുകയാണ് എന്ന് വിചാരിക്കാം. ആൻഡ് മാർക്കറ്റ്, ഇന്ന് മാർക്കറ്റ് ഇല്ല, മാർക്കറ്റ് നിൽക്കുകയാണ്, ഇപ്പൊ മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. പക്ഷെ മാർക്കറ്റ് ഓപ്പൺ ആവും, മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പൊ നമുക്കിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് പറയാം മാർക്കറ്റ് മൂവ് ചെയ്ത് എത്തിയിരിക്കുന്നത്. നോക്കിക്കേ, ഇത് കണ്ടോ, 22,147 മാർക്കറ്റ് നിൽക്കുകയാണ്. അന്നത്തെ ട്രേഡ് അവസാനിച്ചു. ഓക്കെ, അതിനാണ് നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 22,147, അതായത് മാർക്കറ്റ് നടന്ന് അതായത് മുകളിലേക്ക് പോയി 22,147 നിന്നു. അപ്പൊ 22,147 ഇപ്പോ നിഫ്റ്റി 50 നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോ കോൾ ഓപ്ഷൻ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു പ്രൈസ് ആണ് കോൾ ഓപ്ഷന്റെ അറ്റ് ദ മണി അഥവാ ATM എന്ന് പറയുന്നത്. അറ്റ് ദ മണി ATM. ഓക്കെ, പക്ഷെ നിങ്ങൾ നോക്കിക്കേ, 22,147 ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് അല്ലെ. പക്ഷെ 22,147 ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണോ? അല്ല, 147 ഒരു സ്ട്രൈക്ക് പ്രൈസ് അല്ല. അപ്പൊ നമ്മൾ അറ്റ് ദ മണി ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യണം? 147ന്റെ അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ്. 147ന്റെ അടുത്ത് ഏതാണ്? 48, 49, 50 അല്ലെ. 22,150 ഇപ്പോ മാർക്കറ്റ് നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, അപ്പൊ 22,150 കോൾ ഓപ്ഷന്റെ എന്ത്? അറ്റ് ദ മണി. ഇപ്പോഴത്തെ കണ്ടീഷനിലാണ്. ഇത് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, കാരണം എന്താ, മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസിനെയാണ് നമ്മൾ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അത് കോൾ ഓപ്ഷനെയും പുട്ട് ഓപ്ഷനെയും അറ്റ് ദ മണി സെയിം ആണ്. അപ്പോ ഈ വീഡിയോ വരുന്ന സമയത്ത് ചിലപ്പോൾ 147 ആയിരിക്കില്ല മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ട്രേഡിംഗ് വ്യൂവിൽ പോയി നോക്കണം, ഇപ്പോ അറ്റ് ദ മണി ഏതാണ് എന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ 147 ക്ലോസ് ചെയ്ത് 150 അറ്റ് ദ മണി. ഇനി നിങ്ങൾ നോക്കിക്കേ, മാർക്കറ്റ് ഈ ഓരോ സ്റ്റെപ്പുകളും കയറി അല്ലേ 150 വരെ എത്തി നിൽക്കുന്നത് അല്ലെ. അതായത് 22,000, 22,050 ഇതൊക്കെ കയറി വന്നിട്ടാണ് ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോ ഓൾറെഡി മാർക്കറ്റ് കയറിയ സ്റ്റെപ്പുകൾ, സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയ സ്ട്രൈക്ക് പ്രൈസുകൾ, ഓൾറെഡി മാർക്കറ്റ് കയറിയ സ്ട്രൈക്ക് പ്രൈസുകളെയാണ് നമ്മൾ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസുകൾ അഥവാ ITM എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെയായിരിക്കും ITM? ഇവിടെ നോക്കിക്കേ, ഇപ്പൊ എത്തി നിൽക്കുന്നത് 150 സ്റ്റെപ്പ് ഇങ്ങനെ കുറെ കയറി ഇപ്പൊ 150 എത്തി നിൽക്കണു. കയറിയ സ്റ്റെപ്പുകൾ ബാക്കിൽ നിങ്ങൾ എണ്ണിക്കേ, 22,050, 22,000 ഇതെല്ലാം കയറിയിട്ടാണ് മാർക്കറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി കയറിയ സ്റ്റെപ്പുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ ദ മണി അഥവാ ITM. അതായത് ഇൻ ദ മണിയുടെ ഷോർട്ട് ഫോം ആണ് ITM, ഇൻ ദ മണി. ഇനി അടുത്ത ഒരു സ്ട്രൈക്ക് പ്രൈസ് കൂടി ഉണ്ട്. അതായത് മാർക്കറ്റ് 22,150 നിൽക്കുകയാണ്. ഇനി മാർക്കറ്റിന് കയറാനുള്ള സ്റ്റെപ്പ് ഏതാ? അടുത്ത സ്റ്റെപ്പ്, ഇനി കാലെടുത്ത് വെക്കാൻ പോകുന്ന സ്റ്റെപ്പ് ഏതാ? 22,200 അല്ലേ. അതായത് അത് കുറെ സഞ്ചരിച്ചതിന് ശേഷമാണ് ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്, 22,200. അത് കഴിഞ്ഞിട്ട് ഇനി വെക്കാൻ പോകുന്ന സ്റ്റെപ്പ് ഏതാ? 250. അത് കഴിഞ്ഞിട്ട് ഇനി വെക്കാൻ പോകുന്ന സ്റ്റെപ്പ് 300. അതിനുവേണ്ടി മാർക്കറ്റ് എങ്ങോട്ട് പോകണം? മുകളിലോട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോ ഇനി കയറാൻ പോകുന്ന സ്റ്റെപ്പുകളെയാണ് നമ്മൾ കോൾ ഓപ്ഷന്റെ OTM അഥവാ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അറ്റ് ദ മണി എന്ന് പറയുന്നത് എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ, മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ്. ഇൻ ദ മണി എന്ന് പറയുന്നത് എത്ര ഉണ്ട്? ഇതെല്ലാം ഇൻ ദ മണികളാണ്. അതായത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിന്റെ താഴെയുള്ള എല്ലാ 50 ഇടവിട്ട സ്ട്രൈക്ക് പ്രൈസുകളും ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസുകളാണ്. ഇനി കയറാൻ പോകുന്ന എല്ലാ സ്റ്റെപ്പുകളും കോൾ ഓപ്ഷന്റെ ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഏരിയ മാത്രം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയ അല്ലെ. എല്ലാവരും നിൽക്കുന്ന ഏരിയ അല്ലേ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഏരിയനെ മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് കയറുന്ന എക്സാമ്പിൾ വെച്ച് കോൾ ഓപ്ഷന്റെ ഇൻ ദ മണി എന്താ, അറ്റ് ദ മണി എന്താ, ഔട്ട് ഓഫ് ദ മണി എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഇല്ലേ, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് വരുന്ന ഓപ്ഷൻ. അതേത് ഓപ്ഷനാ? പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് കയറല്ല, ഫുള്ളി സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നു,
പുള്ളി സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് തരുന്നതാണ് പുട്ട് ഓപ്ഷൻ. അപ്പൊ സ്റ്റെപ്പ് ഞാൻ ഇറങ്ങുന്നു. അപ്പൊ ഞാൻ 150 നിൽക്കുകയാണ്, ഞാൻ തിരിഞ്ഞു, പുട്ട് ഓപ്ഷൻ ആണ് ഞാൻ. അപ്പൊ നേരത്തെ ഞാൻ അങ്ങോട്ട് പോയാൽ ഞാൻ കോൾ ഓപ്ഷൻ ആയിരുന്നു, ഇനി ഇങ്ങോട്ട് വരുന്ന ഞാൻ പുട്ട് ഓപ്ഷൻ ആണ്. അപ്പൊ ഓൾറെഡി ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ ഇറങ്ങിയ സ്റ്റെപ്പുകൾ, അതായത് ഞാൻ കാല് വെച്ച സ്റ്റെപ്പുകൾ, ഞാൻ ചവിട്ടി ഇറങ്ങിയ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷന്റെ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് 150, അതായത് 22,150 എന്ന് പറയുന്നത് കോളിന്റെ പുട്ടിന്റെ അഡ്ഡമണി. കാരണം ഇത് അഡ്ഡമണി ഒരെണ്ണല്ലേ ഉള്ളൂ. അതായത് ഇപ്പൊ സമയം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയമല്ലേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റണ്ണേ പറയാനുള്ളൂ. അതുപോലെ തന്നെ കോളിന്റെ പുട്ടിന്റെ അഡ്ഡമണി സെയിം ആണ്. ഇനി എനിക്ക് കുറച്ച് സ്റ്റെപ്പ് ഇനി ഇറങ്ങാനുണ്ട്, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. എനിക്കിനി അടുത്തത് ഇറങ്ങുന്ന സ്റ്റെപ്പ് ഏതാ? 22,100. ഈ 100 കഴിഞ്ഞാൽ 22,050, 22,000. ഓക്കെ, ഞാൻ തിരിഞ്ഞു ഇനി ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ചവിട്ടി വന്ന സ്റ്റെപ്പുകളാണ് പുട്ട് ഓപ്ഷന്റെ ഇൻ ദ മണി. ഞാൻ നിൽക്കുന്നത് പുട്ട് ഓപ്ഷന്റെ അറ്റ് ദ മണി. എനിക്കിനി ഇറങ്ങാനുള്ള, ഞാൻ ചവിട്ടാൻ പോകുന്ന സ്റ്റെപ്പുകൾ എന്റെ ഔട്ട് ഓഫ് ദ മണി. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ പുട്ട് ഓപ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ. അതായത് ഈ പറഞ്ഞതിന്റെ നേരെ വൈസ് വേഴ്സ ആയിട്ട് വരും. അതായത് നേരത്തെ പറഞ്ഞത് ഇതായിരുന്നു ഇൻ ദ മണി എങ്കിൽ പുട്ടിന്റെ ഇതായിരിക്കും ഇൻ ദ മണി. ഞാൻ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. അതായത് കോളിന്റെ ഇൻ ദ മണികൾ പുട്ടിന്റെ എന്താണ്? ഔട്ട് ഓഫ് ദ മണികളാണ്. ഓക്കെ, അതായത് ഇറങ്ങാൻ പോകുന്ന സ്റ്റെപ്പുകൾ, അത് മാത്രം ഓർത്താൽ മതി. ഞാൻ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. നിങ്ങൾ ഒന്നും കൂടി കാണുക, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസുകളെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഈ ഓരോ സ്ട്രൈക്ക് പ്രൈസിനും 2 വാല്യൂ ഉണ്ട്. ഏതൊക്കെ വാല്യൂ ആണ്? കോളിന്റെ വാല്യൂ ഉണ്ട്, പുട്ടിന്റെ വാല്യൂ ഉണ്ട്. ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് കോൾ ഓപ്ഷന്റെ വിലയാണ്. ഓക്കെ, കോൾ ഓപ്ഷന്റെ വിലയാണ് ഞാനിപ്പോ എഴുതിയിരിക്കുന്നത്, കോൾ പ്രീമിയം. അതുപോലെ തന്നെ ഇതിന് പുട്ട് പ്രീമിയം ഉണ്ട്. അത് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഓപ്ഷൻ ചെയിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കോൾ ഓപ്ഷന്റെ പ്രീമിയം. അതുപോലെ തന്നെ ഒരു സ്ട്രൈക്ക് പ്രൈസിന് അപ്പൊ എത്ര വിലയുണ്ട്? 2 വില. ഒരെണ്ണം കോൾ പ്രീമിയം, ഒരെണ്ണം പുട്ട് പ്രീമിയം. നമുക്ക് ബുള്ളിഷ് ആണ് നമ്മുടെ വ്യൂവെങ്കിൽ നമ്മൾ ഏത് പ്രീമിയം വേണം ബൈ ചെയ്യാൻ? കോൾ വേണം ബൈ ചെയ്യാൻ. അപ്പൊ താഴേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് പുട്ട് ബൈ ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അതിന് നമ്മൾ നോക്കേണ്ടത് പ്രീമിയം ആണ്. പ്രീമിയം കുറവാണെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ അത് ബൈ ചെയ്ത് വെക്കരുത്. കൃത്യമായ വ്യൂ ഇല്ലാതെ. നിങ്ങൾക്ക് നല്ല വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ. പക്ഷെ ഒരു ബിഗിനർ ഒരിക്കലും കാശ് കുറഞ്ഞ പ്രീമിയം നോക്കി ചെയ്യരുത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ഒന്നും അറിയാതെ ഓപ്ഷൻസ് ചെയ്തിട്ട്, ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റ്, അതായത് ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് ഓപ്ഷൻസ് ഒന്നും അറിയാതെ ചെയ്ത ഒരാളാണ്. അതായത് 5 രൂപ പ്രീമിയം ഉള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് വാങ്ങി വെച്ചു. കോളിന്റെ 5 രൂപ പ്രീമിയം ഉള്ള സ്ട്രൈക്ക് പ്രൈസ്. അപ്പൊ അദ്ദേഹം എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? 300 രൂപ സ്പെൻഡ് ചെയ്തു. വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് ഓപ്പൺ ചെയ്തത്. കോൾ ഓപ്ഷനാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. എനിക്ക് 100 പോയിന്റ് 150 പോയിന്റ് എന്തോ ഗ്യാപ്പ് അപ്പോട് കൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പുള്ളി പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 10,000 രൂപ എന്തോ പ്രോഫിറ്റ് അദ്ദേഹം കണ്ടു. അദ്ദേഹം അപ്പൊ തന്നെ ബുക്ക് ചെയ്തു. അപ്പൊ വിചാരിച്ചു ഓപ്ഷൻ ട്രേഡിംഗ് ഈസ് വെരി സിമ്പിൾ. അതായത് 300 മുടക്കി 10,000 രൂപ കിട്ടി. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്? ലക്കിൽ കിട്ടിയതാണ്. പക്ഷേ അങ്ങനെ ബിഗിനേഴ്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് 300 ഇട്ടു, അപ്പൊ അതിൽ കൂടുതൽ കിട്ടാനായിട്ട് ചിലപ്പോൾ ഇനി 1000 രൂപയ്ക്ക് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെക്കരുത്. അതൊക്കെ ഒരു ലക്കാണ്. ആ ലക്കിന് കിട്ടിയതാണ്. പക്ഷെ അദ്ദേഹം അതോടുകൂടി നിർത്തി. ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ബിഗിനേഴ്സ് ചാടി കയറി പ്രീമിയം കുറഞ്ഞ സ്ട്രൈക്ക് പ്രൈസുകൾ ബൈ ചെയ്ത് വെക്കരുത്. ആ മണ്ടത്തരം ആരും കാണിക്കരുത്. ഞാനിത് എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തവരുടെ അനുഭവം എനിക്ക് അറിയാം. എൻ്റെ അടുത്ത് ഇവിടെ ഓഫ്ലൈന് വരുമ്പോൾ പോലും ആളുകൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോൾ ഓപ്ഷനെ കുറിച്ചാണ്. കോൾ ഓപ്ഷന്റെ പ്രീമിയം കണ്ടോ? 204, 162, 126. ഇങ്ങനെ എന്താണ് ഇതിന്റെ പ്രത്യേകത? അതായത് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസുകളുടെ പ്രീമിയം അല്ലെ, 22,000 പ്രീമിയം 204, 22,050, 162, 126. അപ്പോ ഈ മുകളിലേക്ക് പോകുന്തോറും പ്രീമിയം കുറഞ്ഞു വരികയാണ് അല്ലെ. പക്ഷേ താഴെ, അതായത് ഇൻ ദ മണി കോൾ ഓപ്ഷന്റെ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസുകളുടെ പ്രീമിയം കൂടുതൽ. അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന പ്രീമിയം.
ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുന്തോറും അതിന്റെ പ്രീമിയം കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യും, ഏത് വാങ്ങും? 27 രൂപ കുറഞ്ഞ ആൾ അത് പോയി വാങ്ങാമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതില് എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. നമുക്ക് ഓപ്ഷൻസിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ഉണ്ട്. ഈ പാരാമീറ്റേഴ്സ് അറിയാതെ ഒരിക്കലും ബൈ ചെയ്യരുത്. കാരണം ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് DK എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതറിയാതെ നിങ്ങൾ ബൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 അല്ലേ 500 അല്ലേ പൂവാടി പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സക്സസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പാരാമീറ്റേഴ്സിന്റെ വീഡിയോ കാണണം. അപ്പൊ അത് കാണുന്നതിന് മുമ്പ് എങ്ങനെ നല്ല സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, മാർക്കറ്റ് അറ്റ് ദ മണിയിൽ നിന്ന് 100 രൂപ, അറ്റ് ദ മണിയിൽ നിന്ന് 100 കുറച്ച് കിട്ടുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻ ദ മണി ആണ് എപ്പോഴും ബൈ ചെയ്യേണ്ടത്. ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ ബൈയിങ്ങിൽ. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഇൻ ദ മണികൾ, അതായത് എത്രമാത്രം ഫാർ ഇൻ ദ മണി എടുക്കുന്നോ അത്രയും സക്സസ് നിങ്ങൾക്ക് കിട്ടും. പാരാമീറ്റേഴ്സ് അധികം DK ഒന്നും നിങ്ങളെ എഫക്ട് ചെയ്യത്തില്ല. പക്ഷെ എല്ലാവരുടെ ഇങ്ങനെ അത്ര എമൗണ്ട് ഉണ്ടാവണമെന്നില്ല. പിന്നെ OTM എടുക്കാൻ പോയി കഴിഞ്ഞാൽ OTM നമുക്ക് DK എഫക്റ്റ്, അതായത് സമയം കഴിയുന്തോറും ഈ പ്രീമിയം ഐസ് ഉരുകുന്ന പോലെ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രീമിയം. ഇത് ഫിക്സഡ് പ്രീമിയം അല്ല. നമ്മൾ സ്റ്റോക്ക് നിൽക്കുന്ന പോലെ സ്റ്റോക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വില, താഴെ വന്നാൽ അതിന്റെ വില. പക്ഷെ അതുപോലെ ഈ പ്രീമിയം ഇങ്ങനെ നിൽക്കത്തില്ല. പ്രീമിയം സമയം പോകുന്തോറും നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയില്ലെങ്കിൽ പ്രീമിയത്തിന് എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൈസയ്ക്ക് അനുസരിച്ചും നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ചും നമുക്ക് അത്യാവശ്യം ഒരു വിന്നിങ് ചാൻസ് വെച്ചിട്ട് എപ്പോഴും അറ്റ് ദ മണിയിൽ നിന്ന് 100 പോയിന്റ് കുറച്ച് എപ്പോഴും സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും നല്ല സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷൻ എന്താണ്? 22,150 നിന്ന് 100 കുറച്ച് നമുക്ക് കിട്ടുന്നത് 22,050 ആണ്. അപ്പൊ 22,050 ആണ് എപ്പോഴും 22,050 ആണ് എപ്പോഴും അല്ല, ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് പ്രൈസ്. ആൻഡ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി 22,250 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ് അറ്റ് ദ മണി അതിൽ നിന്ന് 100 കുറച്ച് ഉള്ള സ്ട്രൈക്ക് പ്രൈസ് വേണം കോൾ ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ. ഇനി പുട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ എന്താണ്? 22,150 നിന്ന് 100 മുകളിൽ, അതായത് 250. ഓക്കെ, ഇതിൽ നിന്ന് കുറയ്ക്കണം. പുട്ടാണെങ്കിൽ അതിൽ നിന്ന് കൂട്ടിയിട്ട് വേണം ഇൻ ദ മണി, അതായത് എപ്പോഴും ഇൻ ദ മണി സെലക്ട് ചെയ്യണം. അപ്പൊ പുട്ടിന്റെ ഇൻ ദ മണി മുകളിലല്ലേ, അതുകൊണ്ട് 100 കൂട്ടിയിട്ട് സെലക്ട് ചെയ്യുക. കോൾ ആണെങ്കിൽ 100 കുറച്ചിട്ട് സ്ട്രൈക്ക് പ്രൈസ് എടുക്കുക. ആ സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ആൻഡ് പാരാമീറ്റേഴ്സിനെ കുറിച്ചുകൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി സിമ്പിൾ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് പറഞ്ഞു തരാം. നമ്മൾ സിനിമ നടന്മാരുടെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റോൺ ഐസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ്. ബൈ ബൈ.